ഏവർക്കും സ്നേഹത്തിൻ്റെയും സഹകരണത്തിൻ്റെയും സമർപ്പണബോധത്തിൻ്റെയും ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമും ഇസ്മാഈൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമും കാഴ്ചവെച്ച ത്യാഗോജ്വലമായ ത്യാഗനിർഭരമായ ഓർമ്മ പുതുക്കലിന്റെ 1000 ബലിപെരുന്നാൾ ആശംസകൾ അല്ലാഹു നമുക്കൊക്കെ ഹിദായത്ത് പ്രദാനം ചെയ്യട്ടെ. ഈമാനിൽ ആധിക്യം പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയി പള്ളിപ്പറമ്പിൽ വിവിധങ്ങളായ നാടുകളിൽ മൺമറഞ്ഞു കിടക്കുന്നവർ എല്ലാവർക്കും അല്ലാഹു ഇന്ന് സന്തോഷത്തിന്റെയും ആനന്ദാർമാദത്തിന്റെയും പെരുന്നാളാക്കി കൊടുക്കട്ടെ. ഒരുപാട് രോഗികൾ അല്ലാഹു ശിഫ പ്രദാനം ചെയ്യട്ടെ. ലോകത്തുള്ള സർവ മുസ്ലിങ്ങൾക്കും സമാധാന കാംക്ഷികൾക്കും അല്ലാഹു സന്തോഷവും സുരക്ഷയും പ്രദാനം ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു തവണ തന്റെ പ്രിയപ്പെട്ട സഹാബാക്കളോട് ചോദിച്ചു, ഹൽ തഅരിഫൂന മൻ ഹും അക്സറുൻ നാസി ഈമാന. ഈ ലോകത്ത് ഏറ്റവും പവർഫുള്ളായ സുദൃഢമായ സുശക്തമായ ഈമാനിന്റെ ആളുകൾ ആരെന്ന് നിങ്ങൾക്കറിയുമോ? മുഹമ്മദ് മുസ്തഫയുടെ ചോദ്യമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബാക്കൾ പറഞ്ഞു, അത് മലായികത്തിന്റെ ഈമാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, വകൈഫ ലാ യുഅ്മിനൂന ബില്ലാഹി വഹും ഇൻദല്ലാഹ്. മലായികത്തിങ്ങൾ എങ്ങനെ വിശ്വസിക്കാതിരിക്കും? അവർ അല്ലാഹുവിന്റെ അടുക്കലുള്ളവരല്ലേ. ആ വിശ്വാസത്തിൽ ഇത്ര അത്ഭുതമുണ്ടോ? അപ്പൊ സഹാബാക്കൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അത് പ്രവാചകരുടേതായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു ചോദിച്ചു, അംബിയാ യൻസിലു അലൈഹിമുൽ വഹ്യു, അവരുടെ മേൽ അല്ലാഹുവിന്റെ വഹി ഇറങ്ങണില്ലേ? അവരെ വിശ്വാസവും അത്ഭുതമില്ലല്ലോ. അപ്പൊ പിന്നെ സഹാബാക്കൾ ചിരിച്ച് മെല്ലെ മെല്ലെ പറഞ്ഞു, എന്നാൽ പിന്നെ ലോകത്തെ ഏറ്റവും നല്ല ഈമാൻ ഞങ്ങളുടേതായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, വകൈഫ ലാ തുഅ്മിനൂന ബില്ലാഹ്, നിങ്ങൾ എങ്ങനെ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കാതിരിക്കും? വബൈനകും റസൂലുള്ളാഹ്, നിങ്ങളുടെ മുമ്പിൽ അല്ലാഹുവിന്റെ റസൂലില്ലേ? നിങ്ങളുടെ വിശ്വാസം ഇത്ര അത്ഭുതമാണോ? അപ്പൊ പിന്നെ സ്വഹാബാക്കൾ, അങ്ങനെയാണെങ്കിൽ മൻഹും യാ റസൂലല്ലാഹ്, ലോകത്തെ ഏറ്റവും ശക്തമായ പവർഫുള്ളായ പ്രതിഫലാർഹമായ ആ ഈമാനിന്റെ ആളുകൾ ആരാണെന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരൂ യാ റസൂലല്ലാഹ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവര് ഖൗമൻ, ഒരു സമൂഹമാണ്, യഅതൂന മിൻ ബഅദി, അവർ എന്റെ ശേഷം വരും, വയുഅ്മിനൂന ബി, അവർ എന്നെ കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യും, വലം യറൗനി, പക്ഷെ അവരെന്നെ കണ്ടിട്ടില്ല. എന്നെ കാണാതെ എന്നെ കൊണ്ട് വിശ്വസിക്കുന്ന ഒരു വിഭാഗം വരും, അവരാണ് ലോകത്തെ ഏറ്റവും സന്തോഷദായകമായ സന്തുഷ്ടമായ ഈമാനിന്റെ അഹ്ലുകാരെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെപ്പറ്റി പറഞ്ഞത്? ആരെ കുറിച്ചാണ് റസൂലുള്ളാഹി ഇത് പറഞ്ഞത്? മാലാഖിനേക്കാൾ, അംബിയായിനേക്കാൾ, സഹാബാക്കളേക്കാൾ ആധിക്യമുള്ള ഈമാനിന്റെ ആളുകൾ നമ്മളെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ചാലഞ്ച് എന്തെന്നറിയോ? യുക്തിവാദത്തിന്റെ കാലമാണ്, സർവമത സത്യവാദങ്ങളുടെ കാലമാണ്, പുത്തനാശയങ്ങൾ നുഴഞ്ഞു കയറുന്ന കാലമാണ്. അല്ലാഹു ഏൽപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനിടയിൽ തകരാതെ കെടാതെ വാടാതെ നഷ്ടപ്പെട്ടാതെ കൊണ്ടു നടക്കൽ ശക്തമായ വെല്ലുവിളിയാണ്. അല്ലാഹു നിലനിർത്തട്ടെ. നമ്മുടെ ഈമാൻ മാത്രല്ല, നമ്മുടെ കുടുംബത്തിൻ്റെത് നോക്കണം. നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ അഹ്ലുകാരെയും നരകത്തെ തൊട്ട് കാക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ. എന്തുണ്ട് മാർഗം? ഒന്നാമത് പ്രാർത്ഥനയാണ്. പൊട്ടിക്കരയുള്ള, മനം തകർന്നുള്ള, വ്യാകുലനായിക്കൊണ്ടുള്ള പ്രാർത്ഥന. റസൂലുള്ളാഹി ദുആ ചെയ്തില്ലേ, യാ മുഖല്ലിബൽ ഖുലൂബ് ഫബ്ബിത് ഖൽബി അലാ ദീനിക്.
അല്ലാഹുവിനെ കണ്ട നബി, അർശിങ്കൽ ചെന്ന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദ്വാരക്കാണ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അല്ലാഹ് എന്റെ ഹൃദയത്തെ നീ സിറാത്തുൽ മുസ്തഖീമിന്റെ മേൽ ഉറപ്പിച്ചു നിർത്തണേ. നാം ദുആ ചെയ്യണം. ഓരോ ദിവസവും 17 തവണ നിർബന്ധ ബുദ്ധിയോടെ നാം ദുആ ചെയ്യുകയാണ്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീമിൽ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണേ. കുറച്ച് കനം കൂട്ടി അല്ലാഹുവിനെ അറിഞ്ഞ് അല്ലാഹു തന്ന നിഅമത്തിന്റെ വലുപ്പമറിഞ്ഞ് ഈ സിറാത്തുൽ മുസ്തഖീമിൽ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണേ, ദുആ ചെയ്യണം. പക്ഷേ വിഷയം അതല്ല. സിറാത്തുൽ മുസ്തഖീം ഏതാണ്? ക്രിസ്ത്യാനികൾ പറയുന്നു അവരുടേതാണ് സിറാത്തുൽ മുസ്തഖീം. ജൂതന്മാരും അങ്ങനെ വിശ്വസിക്കുന്നു. പുത്തൻവാദികളും യുക്തിവാദികളും നിരീശ്വരവാദികളും എല്ലാവരും പറയുന്നു അവരുടേതാണ് സത്യമാർഗം. അതുകൊണ്ടല്ലേ ഖുർആൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം നിർത്തരുത്, തുടർന്ന് ചോദിക്കണം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, അല്ലാഹുവേ നീ അനുഗ്രഹിച്ചവരുടെ പാന്താവിൽ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണേ. ആരാണ് അല്ലാഹു അനുഗ്രഹിച്ചവർ? മിനൻ നബിയ്യീന വസ്സദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഖാതിമുൽ അംബിയാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ തൊട്ടു നിൽക്കുന്ന പ്രവാചകന്മാർ, തന്നേക്കാൾ ഹബീബിനെ പ്രണയിച്ച സിദ്ദീഖീങ്ങൾ, ഹബീബിന് വേണ്ടി രണാങ്കളത്തിൽ പോയി വീരമൃത്യു വരിച്ച രക്തസാക്ഷികൾ, സാലിഹീങ്ങൾ, അവരുടെ ഭർത്താവ് റബ്ബേ ഞങ്ങൾ അതിൽ ഉറപ്പിച്ചു നിർത്തണേ. മനം പൊട്ടി തഹജ്ജുദിൽ നിസ്കരിച്ച് അല്ലാഹ് ഞങ്ങളെ മാത്രമല്ല, ഞങ്ങളെ കുട്ടികളെ, ഞങ്ങളെ മക്കളെ, ഞങ്ങളെ സന്താനങ്ങളെ ഈ സിറാത്തിൽ ഉറപ്പിച്ചു നിർത്തണേ എന്ന് മനം തകർന്ന് പ്രാർത്ഥിക്കേണ്ട കാലമാണ്. ഒരു തരം കുഫ്രിയത്ത് നമ്മളിലൊക്കെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഈമാൻ നഷ്ടപ്പെടാതിരിക്കാൻ ഒന്നാമത്തെ ആയുധം സിലാഹുൽ മുഅ്മിൻ, പ്രാർത്ഥന തന്നെയാണ്. 2 അദബാണ്. അദബും ഈമാനും എത്ര ശക്തമായ ബന്ധമാണ്. സൂഫി വര്യനും ആത്മീയാചാര്യനുമാണ് ജുറൈജ് റളിയല്ലാഹു അൻഹു. കുന്നിൻ മുകളിൽ ഏകാന്തനായി പടച്ചവനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ഉമ്മാന്റെ വിളി കേൾക്കാതിരുന്നപ്പോൾ അല്ലാഹു ശക്തമായ പരീക്ഷണത്തിന് വിധേയമാക്കി അദ്ദേഹത്തിന്റെ ആരാധനാ മതം തന്നെ തച്ചുടക്കപ്പെട്ടു. എന്തേ കാരണം? ഉമ്മയോടുള്ള അതവ് നഷ്ടപ്പെട്ടു പോയി. ഉപ്പയോട് അതവ് വേണം. ഉപ്പ കോലായിലൂടെ കടന്നു വരുമ്പോ കാലും കയറ്റിയിരിക്കാതെ എണീറ്റ് നിൽക്കണമെന്ന് നമ്മുടെ ന്യൂ ജനറേഷൻ മറന്നുപോയി. 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെ പൊന്നുമോനെ അതബ് ചൊല്ലിപ്പഠിപ്പിക്കണമെന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. അതബെവിടെ? നമ്മുടെ കൗമെവിടെ? അതബില്ലാത്ത നമ്മളിൽ നിന്നും ഈമാൻ തെറിച്ചു പോകുന്നു. അതബും ഈമാനും സുദൃഢമാണ്, അവിച്ഛേദ്യമായ ബന്ധമാണ്. സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും അലൈഹിസ്സലാമും ഒരു വഴിയിലൂടെ ഇങ്ങനെ കടന്നു പോവുക. അവിടെ കുറച്ച് കുട്ടികൾ കളിക്കുമ്പോ 2 പണ്ഡിതന്മാർ മഹാന്മാര് വരുന്നുണ്ട്, നമുക്ക് കളി നിർത്തി മാറി നിൽക്കാം. കൂട്ടുകാർ തീരുമാനിച്ചപ്പോ ആ കൂട്ടത്തിൽ തടിയും തന്റേടവുമുള്ള കുട്ടി പറഞ്ഞു, അവര് സൈഡിലൂടെ അങ്ങ് പോയിക്കൊള്ളും, നമുക്ക് കളിച്ചൂടെ? ഹദർ അലൈഹിസ്സലാം തന്റെ കശ്ഫ് കൊണ്ട് മനസ്സിലാക്കുന്ന മഹാനാണ്. അവർ പോയിട്ട് കശ്ഫുണ്ട് പിഴുതെറിയുന്നത് പോലെ ഖുർആൻ വിശദീകരിച്ച സംഭവത്തിന്റെ വിശകലനമാണിത്. ആ കുട്ടിയുടെ തലയെ നിറുത്തു കളഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, ഖുർആനിലുണ്ട് സൂറത്തുൽ കഹ്ഫിൽ ഖത്തരിത നഫ്സൻ സക്കിയ, ഒരു കുട്ടിയെ കൊന്നു കളഞ്ഞോ? ഹദർ അലൈഹിസ്സലാം പറഞ്ഞു, തുബിഅ അലാ കുഫർ, ആ കുട്ടി ഒന്നുകിൽ കാഫിറാകും അല്ലെങ്കിൽ ആളുകളെ കാഫിറാക്കും. അതത് നഷ്ടപ്പെട്ടവനാണ് അവൻ. സയ്യിദുനാ ഹദർ അലൈഹിസ്സലാം.
അതേ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ മറ്റൊരു ഭാഗം കാണാമല്ലോ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മോചിസത്ത് വടിയിട്ടാൽ അത് പാമ്പാകും. ഫിർഔൻ സാഹിരീങ്ങളെ തയ്യാറാക്കി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തോൽപ്പിക്കാൻ. സാഹിരീങ്ങളൊക്കെ വന്നു, മാരണവിദ്യക്കാർ അവരുടെ വടി മുഴുവൻ വിതറി, എല്ലാം പാമ്പായി. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ വടിയെന്ന് നിലത്തിട്ടപ്പോൾ അതൊരു വമ്പൻ പാമ്പായി വന്നു. ആ പാമ്പുകളെ മുഴുവൻ വിഴുങ്ങി. ഇത് കണ്ട സാഹിര്യങ്ങൾ ഫിർഔനിന്റെ പടയാളികൾ എല്ലാവരും സുജൂദിൽ വീണു പരിശുദ്ധ ദീനിലേക്ക് വന്നു. തീ കാട്ടിയിട്ട് ശക്തമായ അഗ്നി കാണിച്ച് ഫിർഔനെ പേടിപ്പിച്ചപ്പോഴും അവർ ഇസ്ലാമിൽ നിന്നും മാറി നിന്നില്ല. അവർ ഇസ്ലാമിൽ ഉറച്ചു നിന്നു. തകരാത്ത തട്ടുകെട്ട് ഈമാൻ. ഷാറാനി തങ്ങൾ പറയാണ്, ആ ഈമാൻ കിട്ടാനുള്ള കാരണം ആ വടിയിടുമ്പോ അവർ മൂസാ നബിയോടൊന്ന് ആദ്യം ചോദിച്ചു അലൈഹിസ്സലാം, നിങ്ങൾ ആദ്യമുണ്ടോ ഞങ്ങളാണോ ഇടേണ്ടത്? ആ അതവ് തകരാത്ത തളരാത്ത ചിതറാത്ത പതറാത്ത ഈമാൻ അവർക്ക് നൽകിയെന്ന് ഇമാമുന ഷഅറാനി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതബില്ലെങ്കിൽ ഉമ്മയോട് ഉപ്പയോട് ഉസ്താദിനോട് വലം യർഹം സഈറന കുട്ടികളോട് കരുണ കാണിച്ചില്ലെങ്കിൽ വലം യുവക്കിർ കബീറന മുതിർന്നവരെ ബഹുമാനിച്ചില്ലെങ്കിൽ ഫലൈസ മിന്ന നമ്മളിൽ പെട്ടവരല്ല. ഒന്ന് പ്രാർത്ഥനയാണ്, രണ്ട് അദബാണ്, മൂന്ന് ഇത് തർക്കങ്ങളുടെ കാലമാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ, അസ്വാരസ്യങ്ങൾ, ഒച്ചപ്പാടുകൾ, തർക്കവിതർക്കങ്ങൾ അന്താരാഷ്ട്ര തലത്തും അടുക്കളയിലും ഒച്ചപ്പാടുകൾ. ഇതിനിടയിൽ നാം സ്വീകരിക്കേണ്ട നയം ഖുർആൻ പറഞ്ഞില്ലേ, വലാ തനാസഉ, നിങ്ങൾ ഇങ്ങനെ പരസ്പരം തർക്കിക്കല്ലേ. ഖുർആൻ ഫതഫ്ശലു, തർക്കിച്ചാൽ നിങ്ങൾ തോറ്റുപോകും. വതദ്ഹബ റീഹുക്കും, ഈ ഉമ്മത്തിന്റെ കാറ്റ് തന്നെ പോയി പോകും. മുഹമ്മദ് മുസ്തഫാന്റെ ഒരു വാക്കുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ സത്യത്തിൽ ഉപദേശിക്കുകയാണെങ്കിലും സരസമായി സരളമായി സമാധാനത്തോടെ സഹിഷ്ണുതയോടെ സ്നേഹത്തോടെ ഉപദേശിക്കണം. അഹ്ബിബ് ഹബീബക ഹൗലമ്മ, നിനക്കൊരാളോട് ഇഷ്ടം തോന്നിയാൽ മിതമായി സ്നേഹിച്ചാൽ മതി, നാളെ നിന്റെ ശത്രുവായേക്കാം. മുഹമ്മദ് മുസ്തഫാന്റെ വാക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിനക്കൊരാളോട് ദേഷ്യം തോന്നിയിട്ടുണ്ടെങ്കിൽ മിതമായി ദേഷ്യപ്പെട്ടാൽ മതി. നിന്റെ ബന്ധ വൈരിയായിട്ടൊന്നും കാണണ്ട. അവൻ തകരട്ടെ, നശിക്കട്ടെ, അനുഭവിക്കട്ടെ, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ആ ശത്രു നിന്റെ മിത്രമായി വരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഈ തർക്കങ്ങളുടെ കാലത്ത് മൻ സ്വമത നജ, മിണ്ടാതിരുന്നാൽ രക്ഷപ്പെടുന്ന കാലമാണ്. അസ്വത്തു ഹിക്മത്തുൻ, നിശബ്ദത യുക്തിയാണ്. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു വിശ്വാസിയുടെ ചന്തം ചമൽക്കാരെന്ന് പറഞ്ഞാൽ പരമാവധി മാറി നിൽക്കലാണ്. ഇടപെടാൻ മാത്രമല്ല, മിണ്ടാൻ മാത്രമല്ല, മിണ്ടാതിരിക്കാനും പഠിക്കണം, ഇടപെടാതിരിക്കാനും പഠിക്കണം. ആവശ്യമില്ലാത്തതിൽ നിന്നും മാറി നിൽക്കലാണ്. പ്രാർത്ഥിച്ച് അതവ് കാത്തു. പ്രിയമുള്ളവരെ പരമാവധി നമ്മുടെ ഈമാൻ സംരക്ഷിക്കണം. ഫോണിന്റെ കാലമാണ്, മൊബൈലിന്റെ കാലമാണ്, തർക്കങ്ങളുടെ കാലമാണ്. മാറി നിൽക്കുമ്പോൾ ഈമാൻ പുഷ്കലമാകും. മിണ്ടാതിരിക്കാനും നിശബ്ദരാകാനും ചിലപ്പോഴെങ്കിലും ശീലിക്കുന്നിടത്താണ് നജാത്ത് വരുന്നത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്ത് നഷ്ടപ്പെട്ടാലും എന്റെ മാത്രമല്ല, നിന്റെ മാത്രമല്ല, നമ്മുടെ കുടുംബത്തിന്റെ മാത്രമല്ല, ഒരു മുസ്ലിമാന്റെയും ഈമാൻ നഷ്ടപ്പെടാതിരിക്കാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. നമ്മൾ ശ്രമിക്കണം, പ്രാർത്ഥിക്കണം, പ്രയത്നിക്കണം. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. मेरे प्यारे भाइयों, अल्लाह हमें इस जगह में ईमान हमें सबसे बड़ा नेमत है, उसको हिफाजत करना हमारे जिम्मेदारी है. इसलिए हम सबसे पहले
इखलास से, सिद्क दिल से अल्लाह को दुआ करना चाहिए, बार बार दुआ करना है, इहदिना सिरातल मुस्तकीम सिरातल लज़ीना अनअमता अलैहिम। दूसरा हिस्सा अदब है, अदब के बगैर इस दुनिया में कुछ न कुछ कामयाब नहीं। तीसरा हिस्सा इस जगडोर को दौरान में हम खामोश होना चाहिए, खामोश हो तो जीत आता है। इस जमान की खुसूसियत है। हमारे मोहम्मद मुस्तफा सल्लल्लाहु अलैहि वसल्लम फरमाया है, मन समत नजा, अल्लाह हमें तौफीक दे। व आखिर दअवती वस्सलामु अलैकुम व रहमतुल्लाह। नमस्कार। हमारे भी कहना